ലളിത യോഗയുടെ ആഭിമുഖ്യത്തിൽ ലോക യോഗാ ദിനം ആചരിച്ചു. നഗരസഭാ കൗൺസിലർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. യോഗാചാര്യ സുമാപിള്ള എഴുതിയ ലളിത യോഗ എന്ന പുസ്തകം റിട്ടയർഡ് ജസ്റ്റിസ് സുന്ദരം ഗോവിന്ദ് പ്രകാശനം ചെയ്തു. കെ പി മുകുന്ദൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഊർജ്ജസ്വലരാക്കാൻ, സന്തോഷപൂർവ്വമാക്കാൻ എന്തൊക്കെ നല്ലത് ചെയ്യണം സമൂഹത്തിൽ എന്നുള്ള രീതിയിലൊക്കെ ആക്കുവാൻ യോഗ ഏതായാലും അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നുള്ളതിന് യാതൊരു ലോകത്തിൽ മഹത്തായ സംഭാവനകൾ നടത്തിയിട്ടുള്ളവരെല്ലാം ഹിയർ ജീവിക്കുന്നവരാണ്. വർത്തമാന കാലത്തിൽ ജീവിക്കണം. മനസ്സും ശരീരവും വർത്തമാന കാലത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ അമാനുഷികരാകുന്നത്. പക്ഷെ നമുക്കതിന് കഴിയുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ കണ്ടീഷൻഡ് മനസ്സാണ്. ഞാൻ അല്പം സൈക്കോളജിക്കാരനായതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. വി ആർ കണ്ടീഷൻ ടു ലിവിങ്. ഇതിപ്പോ നോക്കിക്കൊള്ളൂ, ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? യോഗ എന്ന് പറയുമ്പോൾ പല വ്യാഖ്യാനങ്ങൾ യോഗയിലുണ്ട്. യോഗ എന്ന് പറയും എന്താണ്? എന്റെ അനുഭവത്തിലോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് യോഗ എന്ന് പറഞ്ഞാൽ ശരീരബോധത്തിൽ നിന്നും മാനസിക ബോധത്തിലേക്കും മാനസിക ബോധത്തിൽ നിന്നും ആത്മീയ ബോധത്തിലേക്കുമുള്ള പ്രയാണമാണ് യോഗ. നമ്മളെ ജനിക്കുമ്പോൾ എങ്ങനെയാ? ജനിക്കുമ്പോൾ നമുക്ക് യോഗ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് കൂടുതൽ ഈ പുസ്തകം വായിച്ച ശേഷമാണ്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സ്വന്തം ജീവിതത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് വിശ്രമമുണ്ട്, അതിപ്പോഴാണ് മനസ്സിലായത്. വിശ്രമവും യോഗയുടെ ഒരു ഭാഗമാണ്. നമുക്ക് വിശ്രമിച്ചുകൊണ്ടിരിക്കാം. അത് നമുക്ക് ശരീരത്തിന് അയവ് കിട്ടുന്നു. നമ്മുടെ ശരീരത്തിലെ വിവിധ ഓർഗൻസ് അല്ലെ അവയവങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനം ചെയ്യുവാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക കൂടിയാണ് ഈ വിശ്രമം. അതുപോലെ ധ്യാനം മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നാണ്. കാരണം എന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമ്മർദ്ദത്തിൽ നിന്ന് നമുക്ക് സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പെട്ടെന്ന് തീരുമാനം. ശരിയായ തീരുമാനം എടുക്കണമെങ്കിൽ ആ കോൺസെൻട്രേഷൻ നമുക്ക് പരിശീലിക്കാം. അപ്പോൾ അത് വേണം. അതുപോലെ തന്നെ ശ്വസനക്രിയ ഇതിന്റെ ഒരു ഭാഗമാണ് ശ്വസനക്രിയ. കാരണം ശ്വസനക്രിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ നമ്മൾ എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുക. നമുക്കറിയാം ഓക്സിജൻ എന്താണ്? പ്രാണവായുവാണ്. എല്ലാ ജീവനും ആധാരമാണ്. അപ്പോൾ അത് എല്ലാ ശരീരത്തിലും എല്ലാ കോശങ്ങളിലും എത്തിയാൽ മാത്രമേ ആ കോശങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. പല വ്യക്തികൾക്കും ആ ഓക്സിജന്റെ സപ്ലൈ എല്ലാ സ്ഥലത്തും എത്താത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മലിനമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുക എന്നുള്ളത്. അപ്പോൾ അതാണ് ശ്വസനക്രിയ. ഇങ്ങനെ ഈ യോഗയുടെ വിവിധ കാര്യങ്ങൾ എല്ലാം കൂടി സംയോജിപ്പിച്ച് ആണ് ഇതിന്റെ ഒരു പാഠ്യപദ്ധതി എന്ന് പറയാം. മാത്രമല്ല ഈ ഗ്രന്ഥത്തിലെ അത് വളരെ ലളിതമായ രീതിയിൽ എങ്ങനെ യോഗ ചെയ്യണമെന്ന് മാത്രമല്ല പറയത്തുള്ളൂ. അതിന്റെ വിവിധ തരത്തിലുള്ള ഛായാചിത്രങ്ങൾ, ഫോട്ടോകൾ അതിൽ അടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാകും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല സാധാരണ ബുക്കുകളിലെ പോലെയുള്ള ഇതിൽ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. ഇത് അനുഭവിച്ചറിഞ്ഞ സുമാ മാഡത്തിന്റെ ഒരുപാട് ശിഷ്യരുടെ അഭിപ്രായങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഒരു വിദേശി അടക്കമുള്ള ശിഷ്യ അവർക്ക് അനുഭവപ്പെട്ട യോഗ കൊണ്ട് എങ്ങനെ അവർക്ക് എന്ത് ഗുണം കിട്ടി എന്നുള്ളത് പറയട്ടെ. അത് നമുക്ക് ഒന്നും കൂടെ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കും. ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അതായത് ഈ പുസ്തകം എത്ര പ്രയോജനപ്പെടാണെന്നും മാത്രമല്ല യോഗ എന്താണെന്നും അതെങ്ങനെ ചെയ്യണമെന്നും അതിന്റെ പർപ്പസ് എന്താണെന്നും നമുക്ക് മനസ്സിലാകും. മനസ്സ് കുട്ടിക്കൊരങ്ങനാണ്. കുട്ടിക്കൊരങ്ങനെന്ന് ആ വാക്ക് ഉപയോഗിച്ച നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിൽ തുള്ളി കളിക്കും. അതുപോലെ തുള്ളി ഈ മരത്തിൽ നിന്ന് ആ മരത്തിൽ അങ്ങനെ ചാടി ഈ നിമിഷം ഇത് പറയണമെന്ന് വെച്ചാൽ എന്നാ വേണ്ട ഞാൻ പറഞ്ഞ അത് തെറ്റിപ്പോവും എന്നിട്ട് ഈ മനസ്സിന്റെ കളി. അപ്പം യോഗ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി യൂണിയൻ ലയം, ശരീരം, മനസ്സ്, ആത്മാവ്. വിവിധ സംഘടനകൾ യോഗാചാര്യ സുമാപിള്ളയെ ആദരിച്ചു. യോഗ സെന്ററിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. തുടർന്ന് സുധാപിള്ളയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പി രാജേന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്യാമള രവീന്ദ്രൻ, ലിയ മാർട്ടിൻ, പ്രൊഫസർ മഹേശ്വരി കുട്ടിയമ്മ, പ്രൊഫസർ സുഭദ്ര തുടങ്ങിയവർ സംസാരിച്ചു.